എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സുപ്രധാനമായൊരു നീക്കം സംബന്ധിച്ച വാർത്തകളിലേക്കാണ്. നിരോധനത്തിന് ശേഷം പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തിക്കുന്നത് SDPI-യിലൂടെയാണെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഈ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ SDPI ഓഫീസുകളിൽ ED വ്യാപകമായ പരിശോധന നടത്തുകയാണ്. PFI കേഡർമാർ സ്വരൂപിക്കുന്ന പണം SDPI-യിലൂടെ ചെലവഴിക്കാൻ ശ്രമിച്ചുവെന്നാണ് ED-യുടെ കണ്ടെത്തൽ. SDPI-യുടെ സാമ്പത്തിക ബുദ്ധി കേന്ദ്രം ദേശീയ അധ്യക്ഷൻ MK ഫൈസി തന്നെയാണെന്ന് ED പറയുന്നു. ഡാനി പോളും ഡാൻ കുര്യനും ചേരുന്നു. ആദ്യം ഡാനിയിലേക്ക്. ഡാനി, ഇന്നലെ ഇത് സംബന്ധിച്ച് ED വ്യക്തമാക്കുന്ന കാര്യം SDPI-യുടെ എല്ലാ ബാക്ക് ബോണും PFI തന്നെയാണ്. PFI-യുടെ പണമാണ് SDPI കൈകാര്യം ചെയ്യുന്നത്. ഇന്ന് ED-യുടെ നീക്കം എന്താണ്? ED റിപ്പോർട്ടിന് ശേഷം കേരളത്തിലെ SDPI ഓഫീസുകൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുകയാണോ? സജിത്ത്, അങ്ങനെയാണ്. കാരണം ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു വിവരങ്ങൾ എന്ന് പറയുന്നത് അത് സ്ഥിരീകരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുന്ന ഒരു അന്വേഷണത്തിന്റെ പരിശോധനകളുടെ ഫലമായിട്ടാണ്. ഇതിൽ ഫണ്ട് സ്വരൂപിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിൽ PFI വളരെ വ്യക്തമായ രീതിയിൽ തന്നെ വരികയും SDPI-യിലൂടെ അത് പ്രവർത്തിക്കുകയും മുന്നോട്ട് പോവുകയും എല്ലാം തന്നെ നടക്കുന്നു. അപ്പോൾ PFI-യും SDPI-യും രണ്ടും ഒന്നാണ് എന്ന രീതിയിൽ സ്ഥാപിക്കാൻ കഴിയുന്ന രീതിയിലുള്ള വിശദാംശങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ ഈ അന്വേഷണ ഏജൻസിക്ക് ലഭിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഈ SDPI-യുടെ ഓഫീസുകളിലാണ് ഇപ്പോൾ സംസ്ഥാന വ്യാപകമായ പരിശോധന നടക്കുന്നത്. കോഴിക്കോടും തിരുവനന്തപുരത്തും റെയ്ഡ് നടക്കുകയും ചെയ്യുന്നുണ്ട്. ഈ PFI കേഡർമാർ സ്വരൂപിക്കുന്ന പണം SDPI-യിലൂടെ റൂട്ട് മാറ്റാൻ ശ്രമിച്ചുവെന്നാണ് ED-യുടെ ഒരു അന്വേഷണത്തിന്റെ ഫലമായിട്ടുള്ളത്. ഹവാല അടക്കമുള്ള മാർഗങ്ങളിലൂടെ രാജ്യവിരുദ്ധമായ പ്രവർത്തനങ്ങൾക്ക് പണം എത്തിച്ചു എന്നത് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഇത് സംബന്ധിച്ചുള്ള ഒരു അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ SDPI-യുടെ അധ്യക്ഷനെ തന്നെ ചോദ്യം ചെയ്യുന്ന MK ഫൈസി അടക്കമുള്ള കാര്യങ്ങൾ ചോദ്യം ചെയ്യുന്നത് പ്രധാനമായും തന്നെ ഈ കള്ളപ്പണം വെളുപ്പിച്ചു എന്നുള്ളത് അത്തരമുള്ള ആക്ഷേപങ്ങളാണ് ചോദ്യം ചെയ്യുന്നത്. അതിൽ ചോദ്യങ്ങളിൽ കൃത്യമായിട്ട് തെളിവുകൾ നിരത്തിക്കൊണ്ട് തന്നെയാണ് അതിൽ ഇത്തരം കാര്യങ്ങൾക്ക് കൃത്യമായ തെളിവ് കണ്ടെത്താൻ ED-ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാവുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹവാല അടക്കമുള്ള മാർഗങ്ങളുടെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പണം എത്തിച്ചതായുള്ള ഒരു കണ്ടെത്തലുകൾ തന്നെയാണ്. ഇതിന് പ്രധാനമായും തന്നെയും ഗൾഫ് രാജ്യങ്ങളിൽ തന്നെയാണ് ഇതിൽ ഒരു കേന്ദ്രീകൃതമായ രീതിയിൽ അത്തരം ഒരു ശ്രമങ്ങൾ നടന്നിരിക്കുന്നത്. സംഘടിതമായ ശ്രമങ്ങൾ അവിടെ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ റമദാൻ കളക്ഷൻ എന്ന പേരിലടക്കം പണം സ്വരൂപിച്ചു എന്നാണ് പറയുന്നത്. അത് മറ്റൊന്ന് ഈ ഹജ്ജ് തീർത്ഥാടന കാലത്തും ഇന്ത്യക്കാരെ സഹായിക്കാൻ ആ രീതിയിലുള്ള ഒരു പ്രചരണം നടത്തുകയും ഇങ്ങനെ വളരെ വൈകാരികമായിട്ട് തന്നെ ഈ രീതിയിലുള്ള ഫണ്ട് സ്വരൂപണം നടത്തുകയും ചെയ്തിരിക്കുന്നു. ഈ ഫണ്ട് ഇവിടേക്ക് കൈമാറുകയും ഇത് ഹവാല ഇടപാടുകളിലും മറ്റ് കാര്യങ്ങളിലൂടെയും തന്നെ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കടക്കം ഈ പണം ഉപയോഗിച്ചു എന്നെല്ലാമാണ് ED-യുടെ കണ്ടെത്തലായിട്ട് പറഞ്ഞിട്ടുള്ളത്. നിയമസഹായം നൽകുക, അതോടൊപ്പം തന്നെ കമ്മ്യൂണിറ്റി പിന്തുണ എന്നിവയുടെ പേരിലും ഈ വാലറ്റുകൾ വഴിയും ഇന്ത്യയിലേക്ക് ഫണ്ട് എത്തിയിട്ടുണ്ട് എന്നതാണ് ED-യുടെ അന്വേഷണത്തിൽ തെളിയുന്നത്. ഇതിൽ ഈ സാമ്പത്തിക കാര്യങ്ങളിലുള്ള ഒരു ശൃംഖല അത് വളരെ ശക്തിപ്പെട്ടതാണ് എന്ന് ED-യുടെ അന്വേഷണത്തിൽ ബോധ്യമാവുകയും ചെയ്തിട്ടുണ്ട്. വലിയ രീതിയിലുള്ള പണം പല പേരുകളിൽ ഇവിടേക്ക് വരുന്നു എന്നതാണ്. ഡാനിയിലേക്ക് വരാം. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഡാൻ കുര്യനുണ്ട്. അവിടെ പരിശോധന തുടരുകയാണ്. ഡാൻ, എന്താണ് സാഹചര്യം? ED-യുടെ ഈ റിപ്പോർട്ടിന് പിന്നാലെ ED SDPI-യുടെ ഓഫീസുകൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുകയാണ്. അങ്ങനെയെങ്കിൽ PFI-ക്ക് പിന്നാലെ SDPI-ക്കും നിരോധനം വരുമോ എന്ന ചോദ്യം കൂടി ഉയരുന്നുണ്ട്. ഒരുപക്ഷെ അതിന് മുന്നോടിയായിട്ടുള്ള കൃത്യമായ ആസൂത്രണത്തോടെ നടത്തുന്ന പരിശോധനയാണ് ഇപ്പോൾ സംസ്ഥാനത്ത് വ്യാപകമായി നടക്കുന്നതെന്ന് വേണം പറയാൻ. ഞങ്ങളിപ്പോൾ ഉള്ളത് പാളയത്തുള്ള SDPI-യുടെ സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീസിന് സമീപത്താണ്. ഇവിടെ സായുധ CRPF ഈ പരിശോധന 1 മണിക്കൂർ മുമ്പ് ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം SDPI-യുമായി ബന്ധമുള്ള തലസ്ഥാനത്തെ മറ്റ് കേന്ദ്രങ്ങളടക്കം കൃത്യമായി നിരീക്ഷണത്തിലാണ്. സായുധസേന ആ സ്ഥലങ്ങളിലൊക്കെ എത്തിയിട്ടുണ്ട് എന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത്. ഈ ഓഫീസിനുള്ളിൽ 1 മണിക്കൂറായി ഈ പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ SDPI-യുടെ ഏതെങ്കിലും നേതാക്കൾ ഓഫീസിനുള്ളിലുണ്ടോ, അവരെ ഏതെങ്കിലും തരത്തിൽ കാര്യങ്ങൾ അവരിൽ നിന്ന് ചോദിച്ചറിയാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന കാര്യങ്ങളൊന്നും വ്യക്തമല്ല. സംസ്ഥാന പോലീസിനെയോ അതോടൊപ്പം ഇന്റലിജൻസ് വിഭാഗത്തെയോ സ്പെഷ്യൽ ബ്രാഞ്ചിനെയോ ഒന്നും അറിയിക്കാതെയാണ് ഈ പരിശോധന അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടുന്ന കാര്യം. അതായത് പോപ്പുലർ ഫണ്ടിനെ നിരോധിക്കുന്ന സമയത്ത് ഏത് തരത്തിലൊരു സ്ട്രാറ്റജിയാണോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അതോടൊപ്പം തന്നെ NIA-യും ഒക്കെ മുമ്പോട്ട് വെച്ചത്, അതേ സ്ട്രാറ്റജിയിൽ അതീവ രഹസ്യമായി ഒരു വിവരങ്ങളും പുറത്തേക്ക് ചോരാത്ത തരത്തിലാണ് ഈ പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടുന്ന കാര്യം. ഇവിടെ
ഔദ്യോഗികമായി ഒരു സ്ഥലത്ത് മാത്രമേ പരിശോധന നടക്കുന്നുള്ളൂ എന്ന് പറയുമ്പോഴും ഈ STPയുമായി ബന്ധമുള്ള മറ്റ് കേന്ദ്രങ്ങളെല്ലാം കൃത്യമായി നിരീക്ഷണത്തിലാണ്. ആ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു പ്ലാൻ അനുസരിച്ച് ഈ പരിശോധന ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കെട്ടിടത്തിന്റെ 3ാമത്തെ നിലയിലാണ് STPയുടെ ഓഫീസ് പ്രവർത്തിക്കുന്നത്. ആ ഓഫീസിലെ രേഖകൾ, ഫയലുകൾ, അതോടൊപ്പം തന്നെ ഡിജിറ്റൽ ഡോക്യുമെന്റുകൾ ഇതടക്കം വിശദമായി പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ്. STPയുമായി ബന്ധപ്പെട്ട സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓഫീസാണ് പാളയത്തുള്ള സാഫല്യം കോംപ്ലക്സിന് സമീപത്തുള്ള ഈ ഓഫീസ് കെട്ടിടം. അവരുടെ സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീസ് കൂടിയാണത്. അതുകൊണ്ട് തന്നെ ഇവിടെ നടക്കുന്ന പരിശോധനയിലൂടെ STPയുടെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ കണ്ടെത്താനാകുമെന്നൊരു നിഗമനത്തിലാണ് ഈ പരിശോധന ഇപ്പോൾ ഇവിടെ സായുധ പോലീസ് സംഘത്തിന്റെ സുരക്ഷയിൽ അകമ്പടിയിൽ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ചർച്ചയിൽ പങ്കെടുത്ത SDPI നേതാക്കളൊക്കെ പറയുന്നത് തങ്ങളെ കുടുക്കാൻ ബോധപൂർവ്വ ശ്രമമെന്നാണ്. പക്ഷേ ഡാൻ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിന്റെ ഈ നീക്കം കൃത്യമായ ചില തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണോ? കാരണം അവരുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്ന കാര്യം PFI ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്, പക്ഷേ അത് SDPI എന്ന പേരിൽ തന്നെയാണ് എന്ന് മാത്രം. കേഡർമാർ ഇപ്പോഴും SDPIയിലാണ്. അപ്പോൾ അതായത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മറവിൽ PFI പ്രവർത്തനം ഇപ്പോഴും കേരളത്തിൽ നടക്കുന്നു, രാജ്യത്ത് നടക്കുന്നു എന്ന് തന്നെയാണോ ഈ ED വരുന്നത്? അതാണോ സാമ്പത്തിക കുറ്റാന്വേഷണവും അതിലേക്ക് കേന്ദ്രീകരിക്കുന്നത്? സജിത്ത്, ഒരു പേരിൽ മാത്രമല്ല, പല പേരുകളിൽ അവർ ഇപ്പോഴും സ്ലീപ്പർ സെല്ലുകളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് കണ്ടെത്തൽ. ആ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പരിശോധനകളിൽ നേരത്തെ മുതൽ തന്നെ, അതായത് പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിന് ശേഷവും ഈ സംഘടനയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ മറ്റ് പേരുകളിൽ നടക്കുന്നുണ്ട് എന്ന കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു ആ പരിശോധനകൾ അതീവ രഹസ്യമായി ദേശീയ അന്വേഷണ ഏജൻസിയുടെ നേതൃത്വത്തിലടക്കം പുരോഗമിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ നടത്തിയ പരിശോധനകൾക്കിടയിലാണ് SDPയിലേക്ക് പോപ്പുലർ ഫ്രണ്ടിന്റെ സ്ലീപ്പർ സെല്ലുകളിൽ പ്രവർത്തിച്ചിരുന്ന ആളുകൾ അംഗങ്ങളായിട്ടുണ്ട്. അവർ സജീവമായി SDPയുടെ ലേബലിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന വിവരങ്ങൾ ലഭിച്ചത്. ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കൃത്യമായ നിരീക്ഷണം, കൃത്യമായ തെളിവുകൾ കളക്ട് ചെയ്തതിനു ശേഷം വ്യാപകമായ പരിശോധന ഒരേ ദിവസം വിവിധ കേന്ദ്രങ്ങളിൽ നടത്തുക എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയതും ആ പരിശോധന ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സംസ്ഥാന പോലീസിലെ ഒരു ഏജൻസികളെയും അറിയിക്കാതെയാണ് ഇങ്ങനെയൊരു പരിശോധന ഇവിടെ നടത്തുന്നത് എന്ന് പറയുമ്പോൾ കൃത്യമായി അത് അവരുടെ ഒരു കൺസേണിന്റെ ഭാഗമായിട്ടാണ്. അതായത് ഒരു തരത്തിലും ഈ വിവരങ്ങൾ ചോരാൻ പാടില്ല എന്നൊരു നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അങ്ങനെ ഒരു പരിശോധന. സംസ്ഥാനത്തെ ഒരു സേനാ വിഭാഗങ്ങളെയും സ്പെഷ്യൽ ബ്രാഞ്ചിനെയോ ഇന്റലിജൻസിനെയോ മറ്റ് സുരക്ഷാ ഏജൻസികളെ ഒന്നും അറിയിക്കാതെ ഇങ്ങനെയൊരു പരിശോധനയ്ക്ക് അവർ ചുക്കാൻ പിടിക്കുന്നത്. അതിൽ എന്ത് കണ്ടെത്തലുകളാകും ഉണ്ടാകുക എന്നതാണ് അറിയാനുള്ളത്. അതോടൊപ്പം ഇപ്പോൾ പരിശോധന നടക്കുന്ന തിരുവനന്തപുരം പാളയത്തുള്ള ഈ കേന്ദ്രം SDPയുടെ സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീസ് കൂടിയാണ്. അവരുടെ മുഴുവൻ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരുന്നത് തലസ്ഥാനത്ത് ഈ ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു. ആ ഓഫീസിലേക്ക് ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് വേണ്ടി എത്തുമ്പോൾ കൃത്യമായി കൂടുതൽ കാര്യങ്ങൾ അവിടെ നിന്ന് കണ്ടെത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷയിലാണ് ഇങ്ങനെ ഡിജിറ്റൽ ഡോക്യുമെന്റുകളും മറ്റ് ഫയലുകളും ഉൾപ്പെടെ കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ട് ഈ പരിശോധന അവിടെ നടത്തുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം ഇത് കൃത്യമായ ഒരു ഭരണകൂട വേട്ടയാടലാണ് എന്ന നിലപാടിൽ SDPI നേതൃത്വം ഉറച്ചു നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അവർ മാധ്യമങ്ങളിലൂടെ അത് ആവർത്തിക്കുന്നുണ്ടായിരുന്നു. ആ നിലപാട് അവർ ഒരു വശത്ത് ആവർത്തിക്കുമ്പോഴാണ് മറുവശത്ത് വ്യാപകമായ പരിശോധനയുമായി പോലീസിനെ അറിയിക്കാതെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, CRPF സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ അകമ്പടിയിൽ വ്യാപകമായ പരിശോധന ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ നമ്മൾ കണ്ടതാണ് ഡാന, ഈ PFI നിരോധിത കാലസമയത്തും സമാനമായ പരിശോധന കേരളത്തിൽ ഉണ്ടായതാണ്. ഇത് കേരളത്തിൽ തിരുവനന്തപുരം മാത്രമല്ല, SDPയുടെ എല്ലാ ഓഫീസുകളും കേന്ദ്രീകരിച്ച് പരമാവധി രേഖകൾ പിടിച്ചെടുക്കുക, അത്തരമൊരു നീക്കമാണോ ഇപ്പോൾ EDയിൽ നിന്നും ഉണ്ടാകുന്നത്? അതായത് വ്യാപകമായ പരിശോധന തന്നെയാണ് നടക്കുന്നത്. സൂചിപ്പിച്ച പോലെ ഈ സാമ്പത്തിക ഇടപാടുകൾ, അതോടൊപ്പം പ്രവർത്തന രീതികൾ അത് കൃത്യമായി മനസ്സിലാക്കി അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ശേഖരിക്കുന്നതിനുള്ളൊരു നടപടിയാണ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. അത് ഒരു സ്ഥലത്തെത്തിച്ച് വിശദമായി പരിശോധനയ്ക്ക് വിധേയമാക്കിയതിനു ശേഷമായിരിക്കും തുടർ നടപടികൾ എങ്ങനെ വേണമെന്ന കാര്യത്തിലേക്ക് ഒരു കൃത്യമായ തീരുമാനത്തിലേക്ക് എത്താൻ. അത് മാധ്യമങ്ങളുമായി ഒരു തരത്തിലും വിവരങ്ങൾ പങ്കുവെക്കാത്ത അല്ലെങ്കിൽ പങ്കുവെക്കുന്നതിന് പരിമിതികളുള്ള ഒരു ഏജൻസി കൂടിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അതുകൊണ്ട് എന്താണ് ഈ പരിശോധനയിലെ കണ്ടെത്തലുകൾ, എന്ത് ലക്ഷ്യത്തിലാണ് ഈ പരിശോധന നടക്കുന്നത് എന്ന കാര്യങ്ങളൊന്നും ഔദ്യോഗികമായി നമുക്ക് അവരിൽ നിന്ന് അറിയാനും കഴിയുകയില്ല. പക്ഷേ ലഭിക്കുന്ന സൂചനകൾ സംസ്ഥാന വ്യാപകമായി ഇങ്ങനെ ഒരു പരിശോധന നടത്തുന്നതിന്റെ പിന്നിലെ യഥാർത്ഥ ഉദ്ദേശം ഈ പോപ്പുലർ ഫ്രണ്ടിനെ ഏത് തരത്തിലാണോ പൂട്ടിയത് അങ്ങനെ SDPയെ വരിഞ്ഞു മുറുക്കാനുള്ള ഒരു നീക്കം കേന്ദ്ര ഏജൻസികളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. അത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ലഭിച്ച ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്നൊരു കൃത്യമായ സൂചന മാത്രമാണ് നമുക്ക് ഔദ്യോഗികമായി ലഭിക്കുന്നത്.
എന്തായാലും സാമ്പത്തികമായി ഈ നടന്ന നീക്കങ്ങൾ അതാണ് ഇപ്പോൾ EDയുടെ പരിശോധനയിൽ പ്രധാനമായും ഉൾപ്പെടുന്നത്. PFI പിരിച്ച പണം, വിദേശത്ത് നിന്ന് അടക്കം വന്ന പണം, ഇതൊക്കെ SDPIയുടെ അക്കൗണ്ടുകളിലേക്കാണ് പോയത്. അതായത് SDPI എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ലേബലിൽ, അവരുടെ മറവിൽ PFIയുടെ പ്രവർത്തനം ഇപ്പോഴും നടക്കുന്നു എന്നതാണ്. അതിൽ തന്നെയാണ് നീക്കം നടക്കുന്നതെന്നാണ് മലപ്പുറത്തെ ഓഫീസുകളിലടക്കം പരിശോധന നടത്തിയാണ്. EDയുടെ റിപ്പോർട്ടിൽ, ഇന്നലെ പുറത്തു വന്ന റിപ്പോർട്ടിൽ വിശദമാക്കുന്നുണ്ട് എങ്ങനെയാണ് ഇത് നടക്കുന്നത് എന്നത് സംബന്ധിച്ച കൃത്യമായ സൂചനകളുണ്ട്. ഡാനി ഇപ്പോൾ തുടരുന്നുണ്ട്. ഡാനി, EDയുടെ കേരളത്തിലെ പ്രധാന ഓഫീസ് കൊച്ചിയിലാണ്. കൊച്ചിയിൽ നിന്നുള്ള സംഘം തന്നെയാണോ ഈ പരിശോധനകൾക്ക് നേതൃത്വം നൽകുന്നത്? അതല്ല കൂടുതൽ പുറത്തു നിന്നും ആളുകൾ എത്തിയിട്ടുണ്ടോ? എന്താണ് EDയുടെ ഈ ഒരു സ്ട്രാറ്റജി? സജിത്തെ, കൊച്ചിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും ഇതിൽ പങ്കെടുക്കുന്നുണ്ട് എന്നതാണ് സൂചനകൾ ഉള്ളത്. കാരണം ഇത് പൂർണ്ണമായൊരു വിവരങ്ങൾ അവർ വ്യക്തമാക്കാറില്ല. പ്രത്യേകിച്ച് ഇതുപോലെ രഹസ്യമായൊരു ഓപ്പറേഷൻ, വളരെ രഹസ്യമായി നടത്തുന്ന ഒരു ഓപ്പറേഷൻ. അതുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ ഉദ്യോഗസ്ഥർ സംബന്ധിയായ കാര്യങ്ങളിലില്ല. പക്ഷെ കൊച്ചിയിലെ പ്രധാന ഓഫീസ് കൊച്ചിയിലായതുകൊണ്ട് തന്നെ ഈ ഓഫീസിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ സാധാരണഗതിയിൽ കേരളത്തിൽ എവിടെയും പരിശോധന നടത്തുമ്പോൾ അവരുടെ സാന്നിധ്യം വളരെ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്തരമൊരു അനുമാനത്തിലേക്ക് എത്താനേ സാധിക്കുകയുള്ളൂ. കൊച്ചിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും അതിലുണ്ട് എന്നത് സംബന്ധിച്ച് പൂർണ്ണമായും കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഇതിനുവേണ്ടി അവർ ഒരുങ്ങുകയായിരുന്നു എന്നുള്ളൊരു സൂചനകളുണ്ട്. കാരണം ഇവിടെ ചോദ്യം ചെയ്യുമ്പോൾ, SDPI നേതാവിനെ ചോദ്യം ചെയ്യുമ്പോൾ ഇതുമായി ലഭിക്കുന്ന വിവരങ്ങൾ അതാത് ഓഫീസുകളിലേക്ക് കൃത്യമായിട്ട് തന്നെ അത് അറിയിക്കുകയും മറ്റ് സ്ഥലങ്ങൾ നിരീക്ഷണത്തിലേക്ക് വേണമെന്നും അവിടെ ഏത് സമയത്തും ഇതുപോലുള്ള പരിശോധനകൾക്ക് കളമുണ്ടാകണമെന്നും അടക്കമുള്ള കാര്യങ്ങൾ ഇവരെയും ബന്ധപ്പെടുത്തി അറിയിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് മറ്റിടങ്ങളിലും വൈകാതെ പരിശോധനകളിലേക്ക് നീങ്ങിയേക്കാം. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓഫീസ് എന്ന രീതിയിലാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് SDPIയുടെ ഓഫീസിൽ പരിശോധനകളടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നത്. സ്വാഭാവികമായും മറ്റിടങ്ങളിലേക്കും അവിടെ നിന്ന് ലഭിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ മറ്റു സ്ഥലങ്ങളിലേക്കും പരിശോധനകൾ നീണ്ടേക്കാമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. സജിത, കൂടുതൽ ഓഫീസുകളിലും പരിശോധന ഇപ്പോൾ മലപ്പുറത്തും തിരുവനന്തപുരത്തും പരിശോധന നടക്കുന്നു എന്നതാണ് സാഹചര്യം. ഡാൻ കുര്യൻ തിരുവനന്തപുരത്ത് തുടരുന്നുണ്ട്. ഡാന്, ഇപ്പോൾ ഓഫീസിലെ പരിശോധന പൂർത്തിയായിട്ടുണ്ടോ? അവിടെ ഇപ്പോഴും തുടരുക തന്നെയാണോ? പരിശോധന ഇപ്പോൾ പൂർത്തിയാകും എന്ന തരത്തിലുള്ള ഒരു വിവരങ്ങളുമില്ല. ഒരുപാട് സമയം ഒരുപക്ഷെ എടുത്തേക്കുമെന്നാണ് അറിയുന്നത്. കാരണം 1 മണിക്കൂർ മാത്രമേ ആയിട്ടുള്ളൂ ഈ പരിശോധന തുടങ്ങിയിട്ട്. ഈ വിവരം അറിഞ്ഞാണ് സ്പെഷ്യൽ ബ്രാഞ്ചിലെയും അതോടൊപ്പം തന്നെ ഇന്റലിജൻസിലെയും ഒക്കെ ഉദ്യോഗസ്ഥർ ഈ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതും. പക്ഷേ അവർക്കും കൃത്യമായ ഒരു സൂചനകളും ഈ പരിശോധനയുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം ഈ 3ാമത്തെ നിലയിലാണ് ഈ സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തിക്കുന്നത്. ആ ഓഫീസിന്റെ മുകളിലേക്ക് കയറുന്ന കവാടത്തിലടക്കം സായുധ പോലീസ് സംഘത്തെ, CRPF സംഘത്തെ വിന്യസിച്ചുകൊണ്ടാണ് ഈ പരിശോധന അകത്ത് പുരോഗമിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഓഫീസുകളിലെ ഫയലുകൾ പരിശോധിക്കുക എന്നതിനപ്പുറത്തേക്ക് ഈ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടൊരു നീക്കമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഡിജിറ്റൽ ഡോക്യുമെന്റുകൾ വിശദമായി പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ശ്രമം അകത്ത് നടക്കുന്നത്. ഒരേ സമയം എല്ലായിടത്തും പരിശോധന നടത്തുന്നതിലൂടെ അവർ ലക്ഷ്യം വെക്കുന്നതും ഈ വിവരങ്ങൾ ഒരു കാരണവശാലും ചോരാനോ അല്ലെങ്കിൽ ഈ തെളിവുകൾ ഒളിപ്പിക്കാനോ ഉള്ള ഒരു അവസരം കൊടുക്കാതെ കൃത്യമായി നിരീക്ഷണ വലയത്തിൽ സർവൈലൻസിലാക്കിക്കൊണ്ട് ഈ പരിശോധന പൂർത്തിയാക്കുക എന്നൊരു ലക്ഷ്യത്തോടെയാണ് എല്ലായിടത്തും ഒരേ സമയം പരിശോധന ഒരു നീക്കം അവരുടെ ഭാഗത്തുനിന്നത്. കേന്ദ്ര ഏജൻസികൾ സാധാരണ ഇത്തരം പരിശോധനകൾക്കൊക്കെ പോകുമ്പോൾ സ്വീകരിക്കുന്ന ഒരു ശൈലിയാണ്. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്നതിന് മുൻപ് നടന്ന പരിശോധനകളിൽ ഒരുപാട് പ്രതിഷേധങ്ങൾ പല ഭാഗത്തുണ്ടാകുന്നത് നമ്മൾ കണ്ടതാണ്. ആ പ്രതിഷേധങ്ങളെ നേരിട്ട ശൈലി കണ്ടതാണ്. ടി കെ രാജ്മോഹൻ, മുൻ NIASP കൂടി നമുക്കൊപ്പമുണ്ട്. ശ്രീ ടി കെ രാജ്മോഹൻ, ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം EDയുടെ റിപ്പോർട്ട് വന്നതിന് പിന്നാലെ ഇത്തരം ഒരു പരിശോധന പ്രതീക്ഷിച്ചിരുന്നതാണ്. ഈ SDPIയുടെ അക്കൗണ്ട് വിവരങ്ങൾ പൂർണ്ണമായി ശേഖരിക്കുക, അതിലൂടെ SDPIയുടെ എല്ലാ ഇടപാടുകളും സംബന്ധിച്ച കൃത്യമായ വിവരശേഖരണം, അത് തന്നെയാണോ ഇപ്പോൾ ED ലക്ഷ്യമിടുന്നത്? ഈ അന്വേഷണത്തെ, ഈ പരിശോധനകളെ എങ്ങനെ കാണണം? തീർച്ചയായിട്ടും. കാരണം ഇന്നലെ ED ഇറക്കിയ ഒരു പത്രക്കുറിപ്പുണ്ട്. ആ പത്രക്കുറിപ്പിൽ വളരെ ക്ലിയർ ആയിട്ട് അവർ പറയാണ്, ഈ നിരോധിതമായ PFIയുടെ ഒരു സിസ്റ്റർ കൺസേൺ ആണ് SDPI. അതൊരു SDPI ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായി കാണുന്നുണ്ട്. പക്ഷേ PFIന്റെ എല്ലാ ആക്ടിവിറ്റിയും ഇപ്പോൾ ബാൻ ചെയ്തതിനു ശേഷം SDPIയിൽ കൂടി നടക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് വളരെ ക്ലിയർ ആയിട്ടാണ് ഇന്നലത്തെ പത്രക്കുറിപ്പ്, ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പത്രക്കുറിപ്പ് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവരുടെ ഇൻവോൾവ്മെന്റ് ഇത് തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവര് ഇന്നലെ അതിന്റെ സംസ്ഥാന ഓൾ ഇന്ത്യ പ്രസിഡന്റിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്.
അപ്പൊ അദ്ദേഹത്തിന് ചോദ്യം ചെയ്ത് പല ഇൻഫർമേഷൻ കിട്ടിക്കാണും. അതേസമയം തന്നെ ഏജൻസിയും പല ഇൻഫർമേഷനും കളക്ട് ചെയ്ത് കാണും. അതിന്റെ മുകളിലാണ് ഇന്ന് പല സ്ഥലത്തും PFIയുടെ പല കേന്ദ്രങ്ങളും റെയ്ഡ് നടക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസി അവരുടെ ഇൻപുട്സിനെ ബേസ് ചെയ്ത് ഇതുപോലെയുള്ള ഒരു റെയ്ഡ് കണ്ടക്ട് ചെയ്യുമ്പം ഇനിയും കൂടുതൽ തെളിവുകൾ ലഭിക്കുമായിരിക്കാം. അപ്പൊ കൂടുതൽ തെളിവുകൾ ലഭിക്കുകയാണെങ്കിൽ ഈ PFIയും SDPIയും തമ്മിലെ കണക്ഷൻസും അത് നമ്മൾ പറയുന്ന മാതിരിയല്ല, കുറെ കൂടി ഡീപ്പായിട്ട് അതിന്റെ ഫൈനാൻസും അതിന്റെ ബാക്കി എല്ലാ സപ്പോർട്ടും ഉണ്ട് എന്നുകൂടി മനസ്സിലാകുന്ന തരത്തിൽ കാര്യങ്ങൾ നീങ്ങുന്നതാണെന്ന് കാണുന്നത്. അപ്പൊ ഈ റൈഡ് എന്ന് പറയുന്നത് നമുക്കറിയാം സെൻട്രൽ ഏജൻസി അതിന്റെ എല്ലാ വിഭാഗങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ ഇൻപുട്ടും കളക്ട് ചെയ്താണ് റെയ്ഡ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായിട്ടും കുറെ വളരെ ഗോപ്യമായിട്ടും വളരെ വാസ്റ്റായിട്ടും കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പം അത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ED അതിന്റെ എല്ലാ പ്രിക്കോഷൻസ് എടുത്ത് ആണ് റെയ്ഡ് കണ്ടക്ട് ചെയ്യുന്നത്. ആ റെയ്ഡിൽ അവർക്ക് മതിയായ തെളിവുകൾ ലഭിക്കുമായിരിക്കുമെന്നാണ് എനിക്കൊക്കെ തോന്നുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇത് PFIയുടെ ഈ ബാനിന് ശേഷം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ വളരെ ആക്റ്റീവായിട്ട് നമ്മുടെ ദേശദ്രോഹപരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ടെറർ ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഡീപ്പായിട്ട് ഇപ്പോഴും ഇതിന്റെ ഇൻവെസ്റ്റിഗേഷൻ നടക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതിന്റെ ഒരു പരിസമാപ്തിയാണ് ഇപ്പോഴും അതിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടി ഈ ടെറർ ഫണ്ടിന്റെയും ഫൈനാൻസിങ്ങിന്റെയും പറയാൻ കൂടിയിരിക്കുകയാണ്. അത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം സെൻട്രൽ ഗവൺമെന്റ് വളരെ കീൻ ആയിട്ടാണ് ഇത്തരത്തിലുള്ള തീവ്രവാദ ശക്തികളെ അമർച്ചയാവാൻ ശ്രമിക്കുന്നത്. അതിന്റെ ഒരു മുന്നൊരുക്കം കൂടിയാണ് ഇത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ടി.കെ. രാജ്മോഹൻ സർ, ഈ വിഷയത്തിൽ നമുക്കറിയാം PFI നിരോധനത്തിന് മുമ്പ് സമാനമായ പരിശോധനകളും നീക്കങ്ങളും നടന്നതാണ്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടിയുടെ സ്വഭാവത്തിലേക്ക് രൂപം മാറിയ SDPIയെ അവരെ നിരോധിക്കുക എന്ന ഒരു നീക്കം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതിൻ്റെ തുടക്കമാണോ, അതിൻ്റെ ഭാഗമായിട്ടാണോ ഈ നീക്കങ്ങളെ നമുക്ക് കാണേണ്ടി വരിക? ഒരുപക്ഷെ രാഷ്ട്രീയ പാർട്ടിയെ നിരോധിക്കാൻ അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ്റെ ഒക്കെ അനുമതിയും നീക്കങ്ങളും വേണ്ടി വരും. അപ്പോൾ ഈ റിപ്പോർട്ടുകൾ ശേഖരിച്ച് അത് കൈമാറുക, അതായിരിക്കുമോ EDയുടെ പരിശോധനകളിലും ഉൾപ്പെടുക? അല്ല, അങ്ങനെ പല കാര്യങ്ങളും. കാരണം ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ SDPI മാതിരി ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ അല്ലെങ്കിൽ ഇന്ത്യൻ സംവിധാനത്തിൽ നമ്മുടെ ഡെമോക്രാറ്റിക് സെറ്റപ്പിൽ പൊളിറ്റിക്കൽ പാർട്ടിയെ ബാൻ ചെയ്യണമെങ്കിൽ അതിന് മതിയായ കാരണങ്ങളും മതിയായ ഇൻവെസ്റ്റിഗേഷൻ നടത്തി അതിന്റെ പ്രോപ്പർ എല്ലാ തെളിവുകളും കണ്ടക്ട് ചെയ്തതിനു ശേഷം മാത്രമേ ആദ്യം ബന്ധപ്പെട്ട് ഇലക്ഷൻ കമ്മീഷൻ മുമ്പാകെ പോവുകയും ഇലക്ഷൻ കമ്മീഷൻ അത് കേട്ടതിന് ശേഷം അത് ഒരു ഡീറ്റെയിൽ പ്രോസസ്സാണ്. ആ പ്രോസസ്സ് കൂടി പോകുമ്പോൾ ഒരു പൊളിറ്റിക്കൽ പാർട്ടി നിരോധിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇന്ത്യയിൽ ഇന്നത്തെ ചുറ്റുപാടിൽ. പക്ഷേ ദേശദ്രോഹപരമായ കാര്യങ്ങൾ ചെയ്യുന്ന തീവ്രവാദ ശക്തികളുമായി ബന്ധപ്പെടുന്ന അതുമായി ബന്ധപ്പെട്ട അതായത് നമ്മുടെ ദേശത്ത് തന്നെ അറ്റാക്ക് നമ്മുടെ ഇന്ത്യ എന്നുള്ള കൺസെപ്റ്റ്, നമ്മുടെ ഭാരത് എന്നുള്ള കൺസെപ്റ്റിന്റെ ആ വെരി കൺസെപ്റ്റിനെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ചില തീവ്രവാദ ശക്തികൾ ഇവിടെ പ്രവർത്തിക്കുകയാണെങ്കിൽ അതിന് മതിയായ തെളിവുകൾ ലഭിക്കുകയാണെങ്കിൽ ബാനിങ് വരെ നടക്കാം. പക്ഷെ അതിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എവിഡൻസ് വേണം, അത് കോൺക്രീറ്റ് എവിഡൻസ് വേണം. ദാറ്റ് ഷുഡ് ബി അത് എവിടെയും ചോദ്യം ചെയ്താൽ അത് ഇത് നമ്മളൊന്നും ഒരു പ്രതിവിധി കാണാത്ത തരത്തിലുള്ള ഒരു എവിഡൻസ് കളക്ട് ചെയ്തിട്ട് തീർച്ചയായും മുന്നോട്ട് പോകാൻ പറ്റും. അതിന്റെ ഒരു മുന്നോടിയായിട്ടാണ് ഇപ്പോഴും സെൻട്രൽ ഗവൺമെന്റ് വർക്ക് ചെയ്യുന്നതായിരിക്കും, അറിയില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം SDPI മാതിരിയുള്ള ഒരു പൊളിറ്റിക്കൽ സംഘടന നിരോധിക്കപ്പെട്ട PFI ബന്ധപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ അത് വളരെ ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. അതിലേക്ക് അവരുടെ SDPIയുടെ ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷനെ ബാൻ ചെയ്യാൻ തന്നെ സെൻട്രൽ ഗവൺമെന്റ് തയ്യാറായാൽ നമുക്കതിൽ മതിയായ തെളിവുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തിന്റെ നന്മക്ക് വേണ്ടി അല്ലെങ്കിൽ ദേശത്തിന്റെ നന്മക്ക് വേണ്ടി അതും കൂടി വന്നാൽ തെറ്റില്ല എന്നാണ് നമുക്കൊക്കെ പറയാനുള്ളത്. യെസ്, വളരെ നന്ദി സാർ പ്രതികരിച്ചതിന്. ഹമീദ് ചേന്നമംഗലൂർ സാമൂഹ്യ നിരീക്ഷകൻ കൂടി നമുക്കൊപ്പമുണ്ട്. ശ്രീ ഹമീദ് ചേന്നമംഗലൂർ, SDPI ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സ്വഭാവം കൈവന്നെങ്കിൽ കൂടിയും അത് PFIയുടെ ഒരു സിസ്റ്റർ കൺസേൺ ആണ്. അവരുടെ ഫണ്ട് ഉപയോഗിക്കുന്നു, അവരുടെ കേഡർമാർ തന്നെയാണ് ഇതിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് നിരോധിത സംഘടനയുടെ അതേ പ്രവർത്തനങ്ങൾ SDPI നടത്തുന്നു എന്നതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റിപ്പോർട്ടിലുള്ളത്. താങ്കൾ അങ്ങനെ നിരീക്ഷിക്കുന്നുണ്ടോ? യെസ്, എന്തായാലും അദ്ദേഹത്തെ കണക്ട് ചെയ്യാൻ കഴിയുന്നില്ല. ഈ SDPIയുടെ ഓഫീസുകളിൽ വ്യാപകമായ പരിശോധന നടക്കുകയാണ്. സംസ്ഥാന വ്യാപകമായ പരിശോധനയാണ്. SDPIയുടെ നിരോധനം പോലുള്ള വലിയ നീക്കങ്ങൾക്ക് ഇത് ഇടവയ്ക്കുമോ എന്നതാണ് സാഹചര്യം. ഡാൻ കുര്യൻ തുടരുന്നുണ്ട്. ഡാൻ, ഈ ഓഫീസിൽ പരിശോധനയ്ക്ക് എത്തുമ്പോൾ SDPIയുടെ സംസ്ഥാന നേതാക്കൾ അവിടെ ഉണ്ടായിരുന്നോ? ഇപ്പോഴാരെങ്കിലും ഉണ്ടോ? അവരുടെ പ്രതികരണം വല്ലതും ലഭ്യമാവുന്ന സാഹചര്യമുണ്ടോ?
ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, കേൾക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഈ പരിശോധന അവിടെ തുടരുകയാണല്ലോ. പരിശോധനയ്ക്ക് എത്തിയപ്പോൾ SDPI നേതാക്കൾ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നേരത്തെ തന്നെ തങ്ങളെ രാഷ്ട്രീയമായി തകർക്കാൻ ശ്രമിക്കുന്നു, ബോധപൂർവമായ നീക്കം, ഇതാണ് SDPI നേതാക്കൾ വിശദീകരിച്ച കാര്യം. സമാനമായ നിലപാടെടുത്തുകൊണ്ട് നേതാക്കൾ ആരെങ്കിലും അവിടെ ഉണ്ടോ? മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നുണ്ടോ? ഒരു തരത്തിലുള്ള പ്രതികരണവും ആരുടെയും ഭാഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഓഫീസിനുള്ളിൽ ജീവനക്കാർ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേതാക്കന്മാർ ഉണ്ട് എന്ന വിവരങ്ങൾ തന്നെയാണ് ലഭിക്കുന്നത്. പക്ഷേ ഇനി ഈ പരിശോധന പൂർത്തിയാക്കാതെ ഒരാൾക്കും അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പരിശോധന പൂർത്തിയാക്കാതെ ഒരു പ്രതികരണങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും കുറവാണ്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഈ പരിശോധന ഉണ്ടായേക്കുമെന്നൊരു സൂചനകൾ SDPI നേതൃത്വത്തിന് ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇത് കേന്ദ്ര സർക്കാരിന്റെ ഭരണകൂട വേട്ടയാടലാണ് നടക്കുന്നത് എന്ന പ്രസ്താവനകളുമായി നേതാക്കൾ രംഗത്തെത്തിയതെന്ന് വേണം മനസ്സിലാക്കാൻ. അതിനിടയിലാണ് വ്യാപകമായ പരിശോധനയുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിവിധ കേന്ദ്രങ്ങളിൽ ഈ പരിശോധന ഒരേ സമയം ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഈ സാമ്പത്തിക ഇടപാടുകളും പണം ഇവിടേക്ക് വന്ന വഴികളും അത് കൃത്യമായി കണ്ടെത്തുക എന്നതാണ് ഈ പരിശോധനയിലെ പ്രധാനപ്പെട്ട ഒരു നീക്കമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും ദേശീയ വ്യാപക പരിശോധനയാണ് നടക്കുന്നത്.